പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്ങനെ നശിച്ചു പോകുമെന്നാണ് നമ്മുടെ അരുമനാഥൻ ഇവിടെ പറയുന്നത്. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച അരുമനാഥൻ്റെ തിരുഹിതപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ തിരിച്ചു വിട്ടില്ലെങ്കിൽ നാമും അപ്രകാരം തന്നെ നശിച്ചു പോകുവാൻ ഇടയായിത്തീരും. പറയത്തക്ക യാതൊരുവിധ അർഹതകളോ യോഗ്യതകളോ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് സ്വന്തം ജനമാക്കി തീർത്ത് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വന്തം മക്കളാക്കി മാറ്റിയപ്പോൾ അതിന് യോഗ്യമാവണ്ണം നാം ജീവിച്ചില്ലെങ്കിൽ നാമും അങ്ങനെ തന്നെ നശിച്ചു പോകുവാൻ ഇടയായിത്തീരും. മിസ്രയീമിലെ അനുഭവം പോലുള്ള സാഹചര്യങ്ങളിൽ നിന്നും അടർത്തി വേർതിരിച്ച് ആലയത്തിൽ ദൈവത്തിൻ്റെ തിരുനിവാസത്തിൽ തന്നെ നമ്മെ നട്ടിരിക്കുമ്പോൾ അതിന് യോഗ്യമാവണ്ണം നാം ഫലം കായ്ച്ചില്ലെങ്കിൽ, അതുപോലെ നാം ജീവിച്ചില്ലെങ്കിൽ നാമും അങ്ങനെ തന്നെ നശിച്ചു പോകുവാൻ ഇടയായിത്തീരും. നട്ടവൻ ഫലം നോക്കുവാൻ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തും നാം ഫലം കായ്ക്കാതെ നിൽക്കുന്നത് കണ്ടാൽ ആ പദവി അല്ലെങ്കിൽ ആ സ്വന്തം സ്ഥലം നിഷ്ഫലമാക്കിക്കൊണ്ട് നാം അങ്ങനെ തന്നെ പാഴ് വൃക്ഷമായി നിൽക്കുന്നത് കണ്ടാൽ ഒരു പക്ഷേ ആ സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം വെട്ടിക്കളയുവാൻ ഇടയായിത്തീരും. ആമേൻ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടത് കൊണ്ട് മാത്രം എല്ലാം തികഞ്ഞുവെന്നോ അതുകൊണ്ട് മതി എന്നോ തീരുമാനിച്ച് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കട്ടെ. അതിൽ പ്രകാരം നാം മാനസാന്തരത്തിന് യോഗ്യമാവണ്ണം നാം ജീവിച്ചില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് സദാകാലവും ഒരു മനുഷ്യനോട് ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെടാത്ത അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത, ആ അനുഭവത്തിൽ തന്നെ നിൽക്കുവാൻ കഴിയാത്ത, അതിന് യോഗ്യമാവണ്ണം ഫലം കായ്ക്കാതെ ഇരുന്നാൽ ഏതിൽ നിന്നാണോ വീണത് എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ, മടങ്ങി വരാതിരുന്നാൽ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് തന്നെ നീക്കിക്കളയും. വീണുകൊണ്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയിലുള്ള കത്തലൊന്നും ദൈവത്തിന് അല്ലെങ്കിൽ നമ്മുടെ അരുമനാഥൻ അത് അംഗീകരിക്കുന്നതല്ല. ആ പദവി നാം നിൽക്കുമ്പോൾ ആ പദവിയിൽ തന്നെ ആയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാപി എന്നുള്ള ലേബലിൽ തന്നെ നാം മരിക്കേണ്ടി വരും. ഓടിയതും അധ്വാനിച്ചതും എല്ലാം വൃഥാവായി പോകാതിരിക്കുവാൻ നാം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.